ഒക്ടോബർ 4 വെള്ളിയാഴ്ച. ലൂക്ക 10:13 മുതൽ 16 വരെ വാക്യങ്ങൾ. ഇന്ന് തിരുസഭ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ തിരുനാൾ ആഘോഷിക്കുന്നു. 1181 ഇറ്റലിയിലാണ് അസീസി ജനിച്ചത്. സമ്പന്നമായ ഒരു കുടുംബത്തിലാണ് അദ്ദേഹം വളർന്നത്. ജീവിതം നന്നായി ആസ്വദിച്ചു. പക്ഷേ എപ്പോഴോ അവൻ്റെ ഹൃദയത്തിൽ ഒരു മാറ്റം വന്നു. സമ്പത്തും സൗകര്യങ്ങളും പോരാ എന്ന് അയാൾക്ക് തോന്നിത്തുടങ്ങി. ദൈവത്തിൻ്റെ ശബ്ദം ഹൃദയത്തിൽ കേൾക്കാൻ തുടങ്ങിയപ്പോൾ അസീസിയുടെ ജീവിതം മാറി. സമ്പത്തിനെക്കുറിച്ചോ പ്രശസ്തനായ ഒരു നൈറ്റ് ആകുന്നതിനെക്കുറിച്ചോ അയാൾക്ക് ഇല്ലാതായി. പകരം യേശുവിനെ കൂടുതൽ അടുത്ത് അനുഗമിക്കാൻ ആഗ്രഹിച്ചു. ഒരു ദിവസം തകർന്നു കിടക്കുന്ന ഒരു ചെറിയ പള്ളിയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ദേവാലയം പുനർനിർമ്മിക്കണം എന്ന് യേശു അവനോട് പറയുന്നത് ഫ്രാൻസിസ് കേട്ടു. ആ കെട്ടിടം തന്നെ ശരിയാക്കാനാണ് യേശു ഉദ്ദേശിച്ചതെന്നാണ് ഫ്രാൻസിസ് ആദ്യം കരുതിയത്. അങ്ങനെ അവൻ കല്ലും മരവും എല്ലാം ഉപയോഗിച്ച് സ്വന്തം കൈകൾ കൊണ്ട് പഴയ പള്ളികൾ നന്നാക്കാൻ തുടങ്ങി. കാലക്രമേണ ഈ വിളി കേവല കെട്ടിടങ്ങളെക്കുറിച്ചല്ല എന്ന് ഫ്രാൻസിസ് മനസ്സിലാക്കി. അത് അവൻ്റെ ജീവിതം മുഴുവൻ മാറ്റിമറിക്കുന്നതായിരുന്നു. ക്രിസ്തുവിനെ പൂർണ്ണമായി അനുഗമിക്കണമെങ്കിൽ തൻ്റെ സുഖജീവിതം ഉപേക്ഷിക്കണമെന്ന് അവൻ അറിഞ്ഞു. കുടുംബത്തിൻ്റെ സമ്പത്തുൾപ്പെടെ എല്ലാം അവൻ ഉപേക്ഷിച്ചു. താൻ ഇട്ടിരുന്ന വസ്ത്രങ്ങൾ പോലും തിരികെ നൽകി. പകരം ലളിതവും പരുക്കന്മായ വസ്ത്രങ്ങൾ ധരിക്കാൻ തിരഞ്ഞെടുത്തു. ഫ്രാൻസിസിന് ഇതൊരു വലിയ ചൂടുവയ്പായിരുന്നു. അവൻ ദൈവത്തിൽ വിശ്വസിച്ചു. ഭക്ഷണത്തിനും പാർപ്പിടത്തിനും മറ്റുള്ളവരുടെ ദയയെ ആശ്രയിച്ച് അവനൊരു യാചകനായി ജീവിക്കാൻ തുടങ്ങി. പണമോ അധികാരമോ അന്വേഷിക്കുന്നതിന് പകരം ദരിദ്രരെ സേവിക്കുന്നതിലും ദൈവസ്നേഹത്തിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കുന്നതിലും അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഫ്രാൻസിസ് തൻ്റെ യഥാർത്ഥ ലക്ഷ്യം കണ്ടെത്തി. ഈ ദൗത്യത്തിനായി അദ്ദേഹം തൻ്റെ ജീവിതകാലം മുഴുവൻ ചെലവഴിക്കാൻ തീരുമാനിച്ചു. നിരവധി ആളുകൾ അദ്ദേഹത്തിൻ്റെ മാതൃകയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടു. ചിലർ അവൻ്റെ ദൗത്യത്തിൽ അവനോടൊപ്പം ചേർന്നു. അവർ ഒരുമിച്ച് ഫ്രാൻസിസ്കൻ ഓർഡർ രൂപീകരിച്ചു. പണമില്ലാതെ ജീവിച്ചു, എന്നാൽ പാവപ്പെട്ടവരെ സഹായിച്ചു. സ്നേഹത്തെക്കുറിച്ചും സമാധാനത്തെക്കുറിച്ചും അവർ പ്രസംഗിച്ചു. ഫ്രാൻസിസ് പ്രകൃതിയെ സ്നേഹിക്കുകയും എല്ലാ ജീവജാലങ്ങളെയും ദൈവത്തിൻ്റെ സൃഷ്ടിയായി കാണുകയും ചെയ്തു. പക്ഷിമൃഗാദികളോടും പരിസ്ഥിതിയോടും മനുഷ്യരോടും അദ്ദേഹം ആഴത്തിൽ കരുതൽ ഉണ്ടായിരുന്നു. സൃഷ്ടികളോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹം ഇന്നും ഓർമ്മിക്കപ്പെടുന്നു. ഫ്രാൻസിസ് മരിച്ച് 2 വർഷത്തിനകം തന്നെ അദ്ദേഹത്തെ വിശുദ്ധനായി സഭ പ്രഖ്യാപിച്ചു. ഇന്നത്തെ സുവിശേഷത്തിൽ തന്നോടും തൻ്റെ സന്ദേശത്തോടും ഉള്ള തുറന്ന മനസ്സില്ലായ്മയുടെ പേരിൽ യേശു ഫരിസേയരെ കുറ്റപ്പെടുത്തുന്നതായി കാണാം. യേശു പ്രസംഗിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഫരിസേയർ അവരെ വിചാരണ ചെയ്യുകയും വിധിക്കുകയും കുറ്റം വിധിക്കുകയും എല്ലാം ചെയ്തു. ദൈവവചനം ശ്രവിക്കുക എന്നത് പ്രാർത്ഥനയിലൂടെ കർത്താവുമായി ആശയവിനിമയം നടത്തുന്നതിന് നമുക്ക് ആവശ്യമായ ഒരു ഭാഗമാണ്. ബൈബിളിൽ എഴുതിയിരിക്കുന്നത് പോലെയും അവൻ്റെ സന്ദേശവാഹകർ പറഞ്ഞിരിക്കുന്നത് പോലെയും ദൈവം തൻ്റെ വചനങ്ങളിലൂടെ നമ്മോട് സംസാരിക്കുന്നു. അറിവും ജ്ഞാനവും നേടാനും നമുക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം അറിയാനുമുള്ള ഒരു മാർഗമാണിത്.
പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തോട് പലതും ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ദൈവത്തെയും ശ്രമിക്കാം. കാരണം അവനും നമ്മോട് പലതും പറയാൻ ആഗ്രഹമുണ്ട്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.